കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടന്നത് ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ്. കേസ് ഔട്ടോ വഴിയുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ ഫലം കണ്ടതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഇടതുമുന്നണി സർക്കാരിന്റെ ഗൗരവപൂർണമായ ഇടപെടലുകളാണ് ആരോഗ്യമേഖലയിൽ കേരളത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഒന്നാമതാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യത്തിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർധനവുണ്ടായതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് കേരളത്തിൽ നടന്നത്. എന്നാൽ 2016 ശേഷം 11ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്ത് നടന്നതായി വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു ഹൃദയ ശസ്ത്രക്രിയ നടന്ന സമയത്ത് നമ്മൾ 11ഓളം ഹൃദയമാറ്റ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് എല്ലാ കിഡ്നി ആണെങ്കിലും കരളാണെങ്കിലും അത് അവയവമാറ്റ ശസ്ത്രക്രിയയുടെ കണക്കുകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ വളരെയേറെ മുന്നോട്ട് പോയത് ഈ രേഖകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഓരോ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളും അവയവമാറ്റ ശസ്ത്രക്രിയകളും ഇങ്ങനെ ഓരോ വർഷവും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് ഓട്ടോ സംവിധാനം വഴിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. സർക്കാർ ആശുപത്രികളിലെ വൃക്ക കരൾമാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണവും സമാന്തരമായി സ്വകാര്യ ആശുപത്രികളിലെ ശസ്ത്രക്രിയകളുടെ എണ്ണവും വർദ്ധിച്ചു. നേരത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ സൗകര്യമില്ലാതിരുന്ന പല സർക്കാർ ആശുപത്രികളിലും ഇതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.